ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 365 ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അതെല്ലാം കൂടി പഠിക്കുന്നത് ശരിയല്ല. പക്ഷെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ചില ദിവസങ്ങളുടെ പ്രമേയങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഫെബ്രുവരി 2-നെ കുറിച്ചിട്ടാണ്. ഫെബ്രുവരി 2 ഏത് ദിവസമാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. PSCയുടെ ഇഷ്ട ചോദ്യമാണ്. വെറ്റ്ലാൻഡ്സ് ഡേ ആണ് അല്ലെ, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്, ലോക തണ്ണീർത്തട ദിനമാണ്. ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷത്തെ 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ എന്നാണ്. വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തണ്ണീർത്തട പുനഃസ്ഥാപനം എന്നാണ്. തണ്ണീർത്തട പുനഃസ്ഥാപനം എന്നുള്ളതാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ എന്നാണ് 2023 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് 2022 കൂടി ഒന്ന് പറയാം. ഓക്കെ, പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് 2022 കൂടി പറയാം. 2022 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് 2022. അതിന് മലയാളം പറയുകയാണെങ്കിൽ വ്യക്തികൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം. ഓക്കെ, അതെ തന്നെ, വെറ്റ്ലാൻഡ് ആക്ഷൻസ് ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം എന്നുള്ളതാണ് അതിന്റെ മീൻസ് മലയാളം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന കറക്റ്റ് ട്രാൻസ്ലേഷൻ ആവില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇവിടെ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ 2022 പ്രമേയം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അടുത്തത് ഫെബ്രുവരി 4 ആണ്. ഫെബ്രുവരി 4 മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഏത് ദിവസമാണെന്നറിയോ? വെരി ഗുഡ്. ഓക്കെ, വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി 4 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ അതിന്റെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നതാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നാണ്. 2023 കാര്യമാണ് കേട്ടോ. 2023 കാര്യമാണ്. ഒരു കാര്യം കൂടി, അതായത് നമ്മള് 24 ആയല്ലോ ഓൾറെഡി. ഫെബ്രുവരി 24 കഴിഞ്ഞല്ലോ. അപ്പോ 24 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കൂടി പറയാം. എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് കേട്ടോ. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പറയുന്നത്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്ന് പറയുന്നതാണ് 2024 പ്രമേയം. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നുകൂടി പറയാം, ക്യാൻസർ ദിനത്തിന്റെ തീം എന്താണ്? ഓക്കെ, അപ്പോ നമുക്ക് ഒന്നുകൂടി പറയാം. ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം 2024 എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, അതായത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്ന് പറയുന്നതായിരുന്നു. 2023 വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ എന്നായിരുന്നു, തണ്ണീർത്തടങ്ങളുടെ പുനഃസ്ഥാപനം. 2022 വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, അതായത് ജനങ്ങൾക്കും അതുപോലെ പ്രകൃതിക്കും വേണ്ടി തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു തീമായിരുന്നു 2022 എന്ന് പറയുന്നത്. അടുത്ത ഡേ പറയുന്നത് ഫെബ്രുവരി 4 ആണ്, ലോക ക്യാൻസർ ദിനമാണ്. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, അതായത് പരിചരണ വിടവ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പരിചരണ ഗ്യാപ്പ് ഇല്ലാതാക്കുക, ആ ഒരു ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നതാണ് 2023 വേൾഡ് ക്യാൻസർ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് മാർച്ച് 8. മാർച്ച് 8 ഏത് ദിവസമാണ്? എല്ലാവർക്കും അറിയാം, ലോക വനിതാ ദിനമാണ് മാർച്ച് 8 എന്ന് പറയുന്നത്. അപ്പോ മാർച്ച് 8ന്റെ പ്രമേയം എന്ന് പറയുന്നത്
ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഡിജിറ്റ് ഓൾ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇനീക്വാലിറ്റി എന്നുള്ളതാണ്. ഡിജിറ്റ് ഓൾ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇനീക്വാലിറ്റി, അതായത് ലിംഗസമത്വത്തിനുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്നതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ലിംഗസമത്വത്തിനുള്ള ജെൻഡർ ഇക്വാലിറ്റിക്കുള്ള എന്താണ് ജെൻഡർ ഇക്വാലിറ്റിക്കുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്നതായിരുന്നു മാർച്ച് 8 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇനി വനിതാ ദിനം, സോ വനിതാ ദിനം ഉണ്ടല്ലോ, ഈ വനിതാ ദിനം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് 2022 കൂടി പറയാം. 2022 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലിംഗസമത്വം എന്താണ് ഇന്ന് തന്നെ നടപ്പാക്കി കഴിഞ്ഞാൽ അത് നാളേക്ക് വേണ്ടി, അതായത് കറക്റ്റ് സസ്റ്റൈനബിൾ ടുമാറോ, അതായത് നല്ലൊരു ഭാവിയിലേക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് അതിന്റെ 2022 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്? ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്ന് പറയുന്നതാണ് 2022 വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് തണ്ണീർത്തട ദിനം പറഞ്ഞു, അതുപോലെ ക്യാൻസർ ഡേ പറഞ്ഞു, വനിതാ ദിനം പറഞ്ഞു. ഇനി PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇന്ന് വേണം ലിംഗസമത്വം. അതെ, കറക്റ്റ്, വെരി ഗുഡ്. അപ്പോ നെക്സ്റ്റ് മാർച്ച് 21 PSCയുടെ ഇഷ്ട ദിവസമാണ്, പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ് മാർച്ച് 21 എന്ന് പറയുന്നത്. എന്താണ് മാർച്ച് 21 എന്ന് പറയുന്നത്? വനദിനമാണ്. എല്ലാവർക്കും അറിയാം, ലോക വനദിനമാണ് മാർച്ച് 21 എന്ന് പറയുന്നത്. അപ്പോ ഈ വർഷമല്ല, കഴിഞ്ഞ വർഷത്തെ ലോക വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ് കേട്ടോ. ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ വനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ് മാർച്ച് 21 കഴിഞ്ഞ വർഷത്തെ 2023 വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നതാണ്. ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ്. അതിന് മുന്നത്തെ, അതായത് 2022 എന്താണെന്ന് അറിയുമോ? 2022 ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നാണ്. ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതായത് വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും എന്നുള്ളതാണ് അതിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ എന്നുള്ളതാണ് ഈ മാർച്ച് 21 വനിതാ ദിനത്തിന്റെ പ്രമേയം. അടുത്തത് മാർച്ച് 22. മാർച്ച് 22 ഏത് ദിവസമാണ്? എല്ലാവർക്കും അറിയാം, ജലദിനമാണ് അല്ലെ? ജലദിനമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് എന്നാണ്. ഓക്കെ, ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് ടു സോൾവ് ദി വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ ക്രൈസിസ് എന്നാണ്. ഏറ്റവും ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് എന്ന് പറയുന്നതാണ്. അതായത് ജലവുമായുള്ള തർക്കങ്ങൾ, അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ള, അതിനുള്ള ആക്സിലറേഷൻ, അതായത് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയിട്ടാണ്. പ്രധാനമായിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് എന്നുള്ളതാണ്. ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ വെരി ഗുഡ്, അഡ്മിൻ 4 ടൈപ്പ് ചെയ്ത പോലെ ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് ടു സോൾവ് ദി വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് എന്ന് പറയുന്നതാണ് മാർച്ച് 22 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, പ്രധാനമായിട്ടുള്ള മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേറ്റിംഗ് ദ ചേഞ്ച് എന്നാണ് കേട്ടോ. മാർച്ച് 22 ജലദിനം. ഓക്കെ ആണല്ലോ? ഇനി ജലദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ എന്തായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ, അതായത് ഭൂഗർഭജലം എന്താണ്? അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്.
ഭൂഗർഭജലം എന്താണ് അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു. ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പ്രധാനമായിട്ടും ഭൂഗർഭജല സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയമായിരുന്നു കഴിഞ്ഞ വർഷമല്ല 2022 ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ കൂടി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം 23 പഠിച്ചു പോയി കഴിഞ്ഞാൽ 22 ചോദിക്കുന്ന ഒരു പ്രവണത അങ്ങനെ കാണുന്നുണ്ട്. പലപ്പോഴും ഇപ്പോഴും നൊബേലെല്ലാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൽ പോലും നൊബേൽ 22 ചോദിച്ചു, 21 ചോദിച്ചു, 23 ചോദിച്ചില്ല. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു പോയിട്ട് ചിലപ്പോൾ അതിന് മുൻ വർഷങ്ങളെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ വർഷങ്ങൾ കൂടി നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ അടുത്തത് മാർച്ച് 23. മാർച്ച് 23 ഏത് ദിനമാണ്? മാർച്ച് 23 മാർച്ച് 23 2021 ചോദിച്ചു. അതാണ് പറഞ്ഞത്. നൊബേൽ 2021 വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം കണ്ടിരുന്നു. അപ്പൊ കാലാവസ്ഥാ ദിനമാണ് അല്ലെ? അപ്പൊ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ എന്നുള്ളതാണ്. വെരി ഗുഡ്. അഡ്മിൻ ഫോർ ടൈപ്പ് ചെയ്ത പോലെ ദ ഫ്യൂച്ചർ ഓഫ് വെദർ, ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ എന്നുള്ളതാണ് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് നമ്മുടെ അതായത് പ്രധാനമായിട്ടും എന്താണ് ജലത്തിന്റെ സംരക്ഷണം, അത് വരുന്ന തലമുറകൾ കൂടി സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഒരു പ്രമേയമാണ് 2023 മാർച്ച് 23 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. വരുന്ന ഭാവി തലമുറക്ക് കൂടി എന്ത് ചെയ്യുക, വാട്ടർ അതുപോലെ ക്ലൈമറ്റ് അവർ കൂടി അത് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി കഴിഞ്ഞ വർഷം ഏതായിരുന്നു? കഴിഞ്ഞ വർഷമല്ല, 22 എന്തായിരുന്നു പ്രമേയം? വളരെ ഈസിയാണ്, ചെറിയൊരു മോട്ടോയാണ്. 22 ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ് കേട്ടോ. ഓൺലി വൺ എർത്ത് എന്നാണ്. ഓക്കെ, ഓൺലി വൺ എർത്ത്, സിമ്പിൾ ആണ്. ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ് കേട്ടോ. 2022 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ് കേട്ടോ. ഓൺലി വൺ എർത്ത്. ഓക്കെ ആണല്ലോ? ഇനി മാർച്ച് 24 ഏത് ദിവസമാണ്? മാർച്ച് 24 ലോകക്ഷയ ദിനമാണ് അല്ലെ? അപ്പോ എന്താണ് ക്ഷയദിനത്തിന്റെ പ്രമേയം? 23 ക്ഷയദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളത്, നമുക്ക് ക്ഷയത്തെ പ്രതിരോധിക്കാം എന്ന് പറയുന്ന ആ ഒരു തീമായിരുന്നു. യെസ് വി ക്യാൻ എൻഡ് TB എന്ന് പറയുന്ന ട്യൂബർകുലോസിസ് അല്ലെ? അപ്പോ യെസ് വി ക്യാൻ എൻഡ് TB എന്ന് പറയുന്നതാണ് മാർച്ച് 24 പ്രമേയം എന്ന് പറയുന്നത്.